അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ നമ്മൾ അഷ്കാൽ അല്ലേ, അദബാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വർദ്ദത്തുൽ ഹാനിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ആ ഒരു പാഠമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഓദർ ആദ്യം റഷീദ് ബിൻ നൊമാൻ എന്ന് പറയുന്ന ആ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായ റഷീദ് ബിൻ നൊമാൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അയാളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊരു പുരുഷൻ്റെയും അദ്ദേഹം സ്നേഹിച്ച പെൺകുട്ടിയുടെയും കഥയാണ്. അങ്ങനെ ആ പെൺകുട്ടി ആ റഷീദ് ബിൻ നൊമാൻ എന്ന് പറയുന്ന ആ പുരുഷൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി വേറൊരു പുരുഷൻ്റെ കൂടെ പോകുന്നു. അയാളാണെങ്കിൽ ആ പെൺകുട്ടിയോട് വളരെ സ്നേഹവും താല്പര്യമുള്ള ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ പെൺകുട്ടി വേറെ ആളുടെ കൂടെ പോയി. ഇദ്ദേഹം ആകെ വിഷമത്തിലായി. ഇദ്ദേഹത്തിന് ആരോഗ്യപരമായും മാനസികപരമായിട്ടൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഓദർ ഒരിക്കൽ റഷീദ് ബിൻ നൊമാൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഓദർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഓദർ ആ പറയപ്പെട്ട പെൺകുട്ടി, അതായത് വർദ്ദത്തുൽ ഹാനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് പോകുന്നു. എന്നിട്ട് അവളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ അവൾ കൊടുക്കുന്ന ഒരു മറുപടിയും കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിൽ അവൾ അവസാനം പറഞ്ഞത്, ഞാൻ അയാളുടെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ ഒരു കള്ളനെപ്പോലെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. യഥാർത്ഥ സ്നേഹമൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്നേഹങ്ങളൊക്കെ അഭിനയമായിരുന്നു. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് പുരുഷൻ്റെ ഔന്നത്യത്തിലോ അല്ലെങ്കിൽ പുരുഷനുണ്ടാകുന്ന സമ്പത്തിലോ ഒന്നുമല്ല. അത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒഴുകുന്ന സ്നേഹമാണ്. അത് രണ്ട് ശരീരങ്ങളെയും പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ ഒരൊറ്റ അവയവമാക്കി മാറ്റുന്ന ആ ഒരു സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ സമ്മാനങ്ങളിലോ അല്ലെങ്കിൽ പുറമേ കാണുന്ന പുറമോടികളിലോ ഒന്നും ഉള്ള ഒരു ഇതല്ല യഥാർത്ഥ സ്നേഹം എന്നൊക്കെ അവൾ വിശദീകരിച്ചു കൊടുത്തു. അത് കാരണമാണ് അവൾ അവിടുന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, അദ്ദേഹം എന്നോട് കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥതക്കും അല്ലെങ്കിൽ എന്നോട് കാണിക്കുന്ന എനിക്ക് തരുന്ന ഈ സമ്മാനങ്ങൾ, ഈ വിഷയത്തെയൊന്നും ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ യഥാർത്ഥ സ്നേഹം നൽകാനൊന്നും എനിക്ക് കഴിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ അവൾ പറയാണ്, വഖദ് ഹാവൽതു. ഇങ്ങനെ ഇവൾ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾ പറയും, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്കവിടെ നിൽക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. റഷീദ് ബിൻ നൊമാൻ്റെ കൂടെ അവിടുത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. വഖദ് ഹാവൽതു, ഞാൻ ശ്രമിച്ചു, നിശ്ചയമായി ഞാൻ പരിശ്രമിച്ചു. വബാത്തിലിൻ ഹാവൽതു, എന്നിട്ട് ആ വിഫലമായി. എന്നിട്ട് വീണ്ടും പരിശ്രമിച്ചു. വിഫലമായ ശ്രമങ്ങൾ അവർ തുടർന്നു എന്നാണ് പറഞ്ഞത്. അൻ അതഅല്ലമ മഹബ്ബത, എന്തിനുള്ള ശ്രമം? അൻ അതഅല്ലമ മഹബ്ബത, ഞാൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. ഫലം അതഅല്ലം, പക്ഷേ ഞാനത് പഠിച്ചില്ല, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അന്നൽ മഹബ്ബത, നിശ്ചയമായി ഈ സ്നേഹം എന്നുള്ളത് ഹിയ ഖുവ്വത്തുൻ തബ്തദിഉ ഖുലൂബന, നമ്മളുടെ ഹൃദയത്തെ ഉണ്ടാക്കുന്നൊരു ശക്തിയാണ് സ്നേഹം. ആ ശക്തി നമ്മളുടെ ഹൃദയത്തെ ഉണ്ടാക്കുന്നു. ഖുലൂബുനാ ലാ തഖ്ദിറു അൻ തബ്തദിഅഹ, നമ്മളുടെ ഹൃദയങ്ങൾക്ക് ആ സ്നേഹത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. സ്നേഹത്തിന് ഹൃദയങ്ങളെ ഉണ്ടാക്കാൻ പറ്റും, ഹൃദയങ്ങൾക്ക് സ്നേഹമുണ്ടാക്കാൻ കഴിയുകയില്ല. സുമ്മ സ്വല്ലൈതു, പിന്നെ ഞാൻ അവിടെ സ്വല്ലൈതു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ള അർത്ഥം. ഞാൻ പ്രാർത്ഥിച്ചു. വതളറഅതു, ഞാൻ വിനയാന്വിതനായി എന്ന് പറഞ്ഞു. ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു. എന്തിന്? ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി. വബാത്തിലൻ തളറഅതു, വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും വിനയാന്വിതനായി ദൈവത്തിന് മുമ്പിൽ നിന്നു എന്ന് പറഞ്ഞു. വസ്വല്ലൈതു, അവൾ പറയാണ്, വസ്വല്ലൈതു, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ വീണ്ടും നമസ്കരിച്ചു എന്നൊക്കെ പറയാം. ഫി സക്കീനത്തിൽ ലയാലി, രാത്രിയുടെ ശാന്തതയിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഞാൻ നിസ്കരിച്ചു. അമാമസ്സമായി, ആകാശത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ഞാൻ വീണ്ടും സാഷ്ടാംഗം നമിച്ചു. എന്തിന് വേണ്ടിയിട്ട്? ലിതുവല്ലിദ ഫി അഅ്മാഖി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടി. ആതിഫത്തൻ റൂഹിയ, ഒരു ആത്മീയമായ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എങ്ങനെയുള്ള ആത്മീയമായ തോന്നലാണ്? തുഖർരിബുനി, അത് എന്നെ അടുപ്പിക്കും. മിനർ റജുലി അല്ലദീ ഇഖ്താറതുഹു റഫീഖ, മിനർ റജുലി അല്ലദീ ഇഖ്താറതുഹു റഫീഖൻ ലി, ഒരു റജുലിനോട് അതെന്നെ അടുപ്പിക്കും.
അല്ലതി എങ്ങനെയുള്ള റജുലാണ് ഇഖ്താറത്തുഹു റഫീഖൻ ലി, ആ റജുലിനെ ഞാൻ എനിക്കുള്ളൊരു കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കൂട്ടുകാരനായിട്ട് ഞാൻ സ്വീകരിച്ച ആ റജുലിനോട് എന്നെ അടുപ്പിക്കുന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ ജനിപ്പിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് വിഫലമായി എന്നാണ് അവൾ പറയുന്നത്. ഫലം തഫ്അലി സമാഉ, പക്ഷേ ആകാശം അങ്ങനെ ചെയ്തില്ല. അതായത് ദൈവം അങ്ങനെ ചെയ്തില്ല, ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ ജനിപ്പിച്ചില്ല. കാരണം എന്താ? അന്നൽ മഹബ്ബത്ത്, നിശ്ചയമായും ഈ സ്നേഹം എന്ന് പറയുന്നത് തഹ്ബിതു അല അർവാഹിന, അത് നമ്മളുടെ ആത്മാവിൻ്റെ മേൽ ഇറങ്ങും. ബി ഇആസിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു സൂചിപ്പിക്കൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ സ്നേഹം എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക. ലാബി തൊലബി മിനൽ ബശരി, അത് മനുഷ്യനിൽ നിന്നുള്ള ഒരു തേട്ടം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അത് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ടാകുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. വഹകദ ബഖൈതു ആമൈനി കാമിലൈൻ, അങ്ങനെ ഇപ്രകാരം ഞാൻ ചെലവഴിച്ചു. ആമൈനി കാമിലൈൻ, പരിപൂർണമായ 2 വർഷം. പരിപൂർണമായ 2 വർഷം ഞാൻ ആ റഷീദ് ബിൻ ഉമാൻ്റെ കൂടെ ആ വീട്ടിൽ ചെലവഴിച്ചു. ഫി മൻസിലി ദാലിക റജുൽ, അപ്പോൾ ഫി മൻസിലി ദാലിക റജുൽ, ആ പുരുഷൻ്റെ വീട്ടിൽ ഞാൻ പരിപൂർണമായ 2 വർഷം ഇങ്ങനെ ചെലവഴിച്ചു. അഹ്സുദു അസ്വാഫിർ അൽ ഹഖ്ലി അല ഹുരിയതിഹ, അങ്ങനെ ആ വീട്ടിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അഹ്സുദ്, ഞാൻ അസൂയ വെക്കുന്നവളായിട്ട്, അസ്വാഫിർ അൽ ഹഖ്ലി, ഈ വയലുകളിലെ കുരുവികളോട് അസൂയ വെക്കുന്നവളായിട്ട് ഞാൻ അവിടെ ചെലവഴിച്ചു. എന്തിനാണ് അവയോട് അസൂയ വെക്കുന്നത്? അല ഹുരിയതിഹ, ആ വയലിന് കുരുവികൾക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവയുടെ സ്വാതന്ത്ര്യം കണ്ടിട്ട് എനിക്ക് അവയോട് അസൂയ തോന്നുന്നുണ്ടായിരുന്നു. ആ വിധത്തിൽ ഞാൻ ഈ റഷീദ് ബിൻ ഉമാൻ എന്ന് പറയുന്ന ആ റജുലിൻ്റെ വീട്ടിൽ പരിപൂർണമായി 2 വർഷം ഞാൻ ചെലവഴിച്ചു. വബനാത്തു ജിൻസി, അതുപോലെ വബനാത്തു ജിൻസി, എൻ്റെ വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ യഹ്സുദുനനി, അവരെന്നോട് അസൂയ വെക്കുന്നു. അലാ സിജ്നി, എൻ്റെ ഈ ജയിലിൽ. അപ്പോൾ ഇവൾക്കിത് ജയിലാണ്. പ്രത്യക്ഷത്തിൽ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ ഇതൊരു കൊട്ടാരം പോലെയാണ്. കാരണം ഇവൾക്ക് ഭയങ്കരമായിട്ട് സമ്പത്തും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാ ഉഷാറ് വസ്ത്രങ്ങളും വാഹനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ഇവളോട് അസൂയ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവൾക്ക് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കുള്ളൊരു സ്നേഹം ഇവൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവൾ ഈ വീടിനെ ജയിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ അവളോട് അസൂയ വെക്കാൻ കാരണം പ്രത്യക്ഷത്തിലുള്ള അവൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളും അവൾക്കുള്ള സുഖങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ്. അപ്പോൾ വബനാതു ജിൻസി, എൻ്റെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങളൊക്കെ യഹ്സുദുനനി, അവരെന്നോട് അസൂയ വെക്കുന്നു. അലാ സിജ്നി, എൻ്റെ ഈ ജയിലിൻ്റെ മേൽ. വകസ്സുകല അൽ ഫാഖദതി വഹീദഹ കുന്തു അന്ദുബു ഖൽബി, വകസ്സുകല അൽ ഫാഖദതി വഹീദഹ, അപ്പോൾ ഒരു വിധവയെപ്പോലെ, അവൾക്കുള്ള ഏകയായ ഒരു ഭർത്താവിന് നഷ്ടപ്പെട്ട വിധവയെപ്പോലെ, കുന്തു അന്ദുബു ഖൽബി, ഞാൻ എൻ്റെ ഹൃദയത്തിനോട് ഇങ്ങനെ ഖേദിക്കുമായിരുന്നു. കുന്തു അന്ദുബു ഖൽബി, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഖേദിക്കുമായിരുന്നു. അല്ലദീ വുലിദ ബിൽ മഅരിഫ, ആ ഹൃദയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലദീ വുലിദ ബിൽ മഅരിഫ, അത് യഥാർത്ഥ ജ്ഞാനത്തിലാണ്, യഥാർത്ഥ വിവരം അല്ലെങ്കിൽ യഥാർത്ഥ അറിവോടു കൂടെയാണ് അത് ജനിച്ചിട്ടുള്ളത്. വഅതല്ല ബിശ്ശരീഅ, പക്ഷേ അതെന്ത് ചെയ്തു? ശരീഅത്തിനാൽ അതിന് രോഗം ബാധിച്ചു. എന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള അറിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരീഅത്ത് വന്നതോടുകൂടി അതിൻ്റെ അറിവൊക്കെ പോയി, അതിനെന്തൊക്കെ രോഗം ബാധിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു സെക്കുലർ അല്ലെങ്കിൽ ഒരു ലിബറൽ കാഴ്ചപ്പാടിലൂടെയാണ്, അല്ലെങ്കിൽ ഈ മതങ്ങളുടെ ബന്ധനങ്ങളൊന്നും ഇല്ലാതെയാണ് ഓരോ ഹൃദയങ്ങളും ജനിക്കുന്നത്. അതാണ് അതിനെ അറിവോടുകൂടെ ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അത് ജനനത്തിന് ശേഷമാണ് പിന്നെ ഈ ശരീഅത്തിൻ്റെ ഒരു പിടിമുറുക്കം അതിന് മേലുണ്ടാകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, അന്ദുബു ഖൽബി അല്ലദീ വുലിദ ബിൽ മഅരിഫ, യഥാർത്ഥ ജ്ഞാനത്തോടു കൂടി ജനിച്ച എൻ്റെ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. വഅതല്ല ബിശ്ശരീഅ, എന്നിട്ടത് എന്ത് ചെയ്തു? ആ ഹൃദയം ശരീഅത്തിനാൽ അതിന് രോഗം ബാധിക്കുകയും ചെയ്തു. വകാന യമൂതു ഫീ കുല്ലി യൗമിൻ ജുഅൻ വഅതുശ, വകാന, ആ ഹൃദയമായി, യമൂതു ഫീ കുല്ലി യൗമിൻ, ഓരോ ദിവസവും അതിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. ജുഅൻ വഅതുശ, ദാഹത്തിനാലും വിശപ്പിനാലും ആ ഹൃദയം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. ആ ഹൃദയത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാനൊരു ഒരു വിധവയെപ്പോലെ ഞാൻ ഇങ്ങനെ ഖേദിച്ചു എന്നാണ് പറയുന്നത്. ഫഫി യൗമിൻ മിൻ തിൽക്കൽ അയ്യാമി സൗദാ,
അങ്ങനെ ആ ഇരുണ്ട ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസം നളർത്തു മിൻ വറാഇൽ ദുൽമതി, ആ ഇരുളിൻ്റെ പുറകിലൂടെ ഞാൻ നോക്കി. ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു. ഈ വർദത്തുൽ ഹാനി പറയാനുണ്ടോ. ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു. ശുആഅൻ ലതീഫ, ഒരു നേരിയ ഒരു പ്രകാശകിരണത്തെ ഞാൻ കണ്ടു. യൻസകിബു മിൻ ഐനൈ ഫതൻ, ഒരു യുവാവിൻ്റെ രണ്ട് കണ്ണുകളിൽ നിന്നാണ് ആ ഒരു കിരണം അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ള രണ്ട് കിരണങ്ങളെ ഞാൻ കണ്ടു. യസീറു വഹ്ദ, ആ യുവാവ് ഇങ്ങനെ ഒറ്റക്കാണ് സഞ്ചരിക്കുന്നത്. അലാ സുബിലിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ വഴികളിൽ ഒറ്റക്ക് സഞ്ചരിക്കുന്ന ഒരു യുവാവിൻ്റെ കണ്ണുകളിൽ നിന്നും വരുന്ന ഒരു പ്രകാശകിരണത്തെ ഞാൻ ഇരുളിൻ്റെ മറവിലൂടെ ഞാൻ നോക്കി എന്ന് പറയണം. വയഈശു മുൻഫരിദൻ, അങ്ങനെ ആ യുവാവ് ഒറ്റക്കാണ് ജീവിക്കുന്നത്. ബൈന ഔറാഖിഹി വ കുതുബി, അദ്ദേഹത്തിൻ്റെ കടലാസുകൾക്കും പുസ്തകങ്ങൾക്കും ഇടയിലായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഫി ഹാദൽ ബൈത്തുൽ ഹഖീർ, ഈ ഒരു ചെറിയ കുടിലിൽ അയാളിങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ റഷീദ് ബിൻ നൊമാൻ കാണുന്നത് ഇവിടെ രണ്ടാമതായിട്ട് പോയിട്ടുള്ള ആ ഒരു പുരുഷൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റഷീദ് ബിൻ നൊമാൻ വർദത്തുൽ ഹാനിയെ കാണുന്നത്. അപ്പോൾ ആ വീട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു നിസ്സാരമായിട്ടുള്ള ഈ ഒരു വീട്ടിൽ പേപ്പറുകൾക്കും പുസ്തകങ്ങൾക്കും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത്. ഫഅഖ്ബൽതു ഐനൈ കൈല അറാ ദാലിക ശുആ, അങ്ങനെ വർദത്തുൽ ഹാനി പറയാൻ ഫഅഖ്ബൽതു ഐനൈ, ഞാൻ എൻ്റെ രണ്ട് കണ്ണുകളെയും അടച്ചു പിടിച്ചു. എന്തിന്? കൈല അറാ ദാലിക ശുആ, ആ ഒരു കിരണങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി. വഖുൽതു ലിനഫ്സി, എന്നിട്ട് ഞാൻ എൻ്റെ നഫ്സിനോട് പറയുകയും ചെയ്തു. നസീബുകി യാ നഫ്സി ദുൽമത്തുൽ ഖബർ, നസീബുകി, നിൻ്റെ വിഹിതം എന്നുള്ളത്, യാ നഫ്സി, നഫ്സെ, നിൻ്റെ വിഹിതം, ദുൽമത്തുൽ ഖബർ, അത് ഖബറിൻ്റെ ഇരുട്ടാണ്. ഖബറിൻ്റെ ഇരുട്ടാണ് നിൻ്റെ വിഹിതം. ഫലാ തുത്മഇ ബിന്നൂർ, അപ്പോൾ നീ പ്രകാശത്തിന് നീ ആഗ്രഹിക്കരുത്. നിനക്കുള്ള വിഹിതം എന്ന് പറയുന്നത് അത് ഖബറിൻ്റെ ഇരുളാണ്. നീ പ്രകാശത്തിന് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ നിനക്കിവിടെ സുഖമൊന്നും ഉണ്ടാവില്ല, നിനക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ തൻ്റെ നഫ്സിനോട് സ്വയം ഇങ്ങനെ മന്ത്രിച്ചു. ثم أصغيت فسمعت نغمة علوية تهز جوارحي بعذوبتها وتمتلك كليتي بطهرها. പിന്നെ വർദത്തുൽ ഹാനി പറയാണ്, സുമ്മ അസ്ഗൈതു, ഞാൻ പിന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. ഫസമിഅതു, അപ്പോൾ ഞാൻ കേട്ടു. നഗമതൻ ഉൽവിയ്യ, ഒരു ഉന്നതമായ ഒരു ഉയർന്ന സംഗീതം കേട്ടു. തഹുസ്സു ജവാരിഹി, അതിൻ്റെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ അടിച്ചു വീശുന്നു. ബിഅദൂബതിഹ, അതിൻ്റെ ആ നൈർമല്യത്തോടുകൂടെയും. വതംതരികു കുല്ലിയതി ബിതുഹ്രിഹ, അതിൻ്റെ പരിശുദ്ധി കൊണ്ട് അതിൻ്റെ ശരീരത്തെ മൊത്തത്തിൽ അത് ഉടമപ്പെടുത്തുകയും എൻ്റെ ശരീരം മൊത്തം അത് ഉടമപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ശബ്ദത്തെ ഞാൻ കേൾക്കുകയും ചെയ്തു. ഫഅഗ്ലഖ്തു ഉദ്നി, അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ചെവികളെ അടച്ചു. വഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, നസീബുകി യാ നഫ്സി, ഏ നഫ്സെ, നിൻ്റെ വിഹിതം എന്നുള്ളത് സുറാഖുൽ ഹാവിയ, അത് നരകത്തിലെ അട്ടഹാസമാണ്. ഫലാ തുത്മഇ ബിൽ അഗാനി, നീ സംഗീതങ്ങളൊന്നും ആഗ്രഹിക്കരുത്, അതുകൊണ്ട് നീ സംഗീതങ്ങളൊന്നും ആഗ്രഹിക്കരുത് എന്ന് പറയാം. അതായത് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇവൾ സ്വയം ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഇവൾക്ക് മനസ്സിൽ നിന്ന് തോന്നുകയാണ്, നിനക്കിങ്ങനെ സുഖങ്ങളൊന്നും ഉണ്ടാവില്ല, നീ അതിനൊന്നും ആഗ്രഹിക്കേണ്ട, നിനക്ക് ഈ പ്രയാസങ്ങൾ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് ഈ രണ്ട് വാക്കുകളിലും ഈ വർദത്തുൽ ഹാനി ഈ രണ്ട് വാക്കുകളിലൂടെയും പിന്നെ പുറത്ത് പറയുന്ന ഒരാശയം എന്നുള്ളത്. എന്നിട്ട് പറയാൻ, അഖ്മൽതു അജ്ഫാനി കൈല അറ, ഞാൻ അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൺപോളകളെ അടച്ചു. വഅഗ്ലഖ്തു ഉദനയ്യ കൈല അസ്മ, ഞാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചെവികളെയും അടച്ചു. വലാകിൻ, എങ്കിലും ഐനൈ ളല്ലതാ തറയാനി ദാലിക ശുആ വഹുമാ മുൻതബിഖതാനി, വലാകിനെങ്കിലും ഐനൈ, എൻ്റെ രണ്ട് കണ്ണുകൾ, ളല്ലതാ, അത് രണ്ടുമായി കൊണ്ടേയിരുന്നു. തറയാനി ദാലിക ശുആ, ആ ഒരു പ്രകാശകിരണത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതിൽ നിന്ന് മാറി നിൽക്കാൻ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല. വഹുമാ മുൻതബിഖതാനി, ആ രണ്ട് കണ്ണുകളും തുറക്കപ്പെട്ടതായിട്ട് അത് ആ കിരണത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഉദ്നി, എൻ്റെ രണ്ട് ചെവികൾ, ഉദ്നിയ രണ്ട് ചെവികൾ, തസ്മആനി തിൽക നഗ്മ വഹുമാ മുഗ്ലഖതാനി, ആ രണ്ട് ചെവികളും അടക്കപ്പെട്ടതാണെങ്കിലും ആ ഒരു സംഗീതത്തെ എൻ്റെ രണ്ട് ചെവികളും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഫഖിഫ്തു ലി അവ്വലി വഹ്റത്തിൻ, പക്ഷേ അപ്പോൾ എന്ത് ചെയ്തു? ആദ്യ സമയം എനിക്ക് ഒരു ഭയം തോന്നി. ഖൗഫ ഫഖീരിൻ, എങ്ങനെയുള്ള ഭയം? ആരുടെ ഭയം? ഖൗഫ ഫഖീരിൻ, ഒരു ദരിദ്രനായ ആളുടെ ഭയം. ആ ദരിദ്രനായ ആളെന്ത് ചെയ്തു? വജദ ജൗഹറത്തിൻ, അയാളൊരു പവിഴത്തിന്, ഒരു മുത്തിനെ എത്തിച്ചു. ബിഖുർബി ഖസ്രിൽ അമീരി, ഒരു
രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്ത് ഒരു പവിഴം അല്ലെങ്കിൽ ഒരു വജ്രം, ഒരു വിലപിടിപ്പുള്ള കല്ലിനെ എത്തിച്ച ഒരു ഫക്കീറിൻ്റെ ഭയം ഞാൻ ഭയന്നു എന്നാണ് വർദ്ധത്തുൽ ഹാനി പറയുന്നത്. അയാളെ ഭയക്ക് എങ്ങനെയായിരിക്കും? ഫലം എജിസുർ അയ്യൽ തഖിതഹ ലി ഖൗഫി. പക്ഷേ എന്ത് ചെയ്യുക, അയാളങ്ങനെ കൊട്ടാരത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു വിലപിടിപ്പുള്ള ഒരു മാണിക്യം അല്ലെങ്കിൽ ഒരു മുത്തൊക്കെ കണ്ടാൽ ഫലം എജിസുർ അയാൾ ധൈര്യപ്പെടുകയില്ല അയ്യൽ തഖിതഹ അതിനെ പെറുക്കിയെടുക്കാൻ ലി ഖൗഫിഹി അയാൾക്കുള്ള ഭയം കാരണം പറ്റും. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുക്കൽ അങ്ങനെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അയാൾക്കത് ആവശ്യമുണ്ട്, അയാൾ ദരിദ്രനാണ്, പക്ഷേ അയാൾക്കത് എടുക്കാൻ ധൈര്യം വരില്ല. എന്താണ് കാരണം? അത് കൊട്ടാരമാണ്, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടാലും ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഫക്കീറിന് ആവശ്യമുണ്ട്, പക്ഷെ അതെടുക്കാനുള്ള ധൈര്യമില്ല. അതേപോലെ തന്നെയാണ് ഈ പെണ്ണിൻ്റെ അവസ്ഥ, വർദ്ധത്തുൽ ഹാനിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവൾക്ക് ഈ സ്നേഹം, ഈ ഒരു വരുന്ന ഈ പുരുഷൻ്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശകിരണത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അവൾക്കതിൻ്റെ ആവശ്യവുമുണ്ട്. പക്ഷേ അവൾക്ക് എന്തോ ഒരു ഭയം, അതിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. വലം യഖ്ദിർ അൻ യത്റുകഹ ലിഫാഖതിഹി അതേപോലെ ആ ദരിദ്രനായ മനുഷ്യന് സാധിക്കുന്നുമില്ല അൻ യത്റുകഹ ആ ഒരു മുത്തിനെ, ആ ഒരു പവിഴത്തിനെ ഒഴിവാക്കാൻ, അതിനെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. കാരണം ലിഫാഖതിഹി അയാൾക്ക് ഉള്ള ദാരിദ്ര്യം കാരണമായിട്ട്. അപ്പോൾ അയാൾ ദരിദ്രനാണ്, അതിന് കണ്ട അയാൾക്ക് അതിനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ വർദ്ധത്തുൽ ഹാനിൻ്റെ കാര്യവും. അവൾക്ക് സ്നേഹത്തിലേക്ക് ആവശ്യമുണ്ട്, അപ്പോൾ ആ സ്നേഹമുള്ള ഇടം കണ്ടാൽ അവൾക്ക് അതിനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല, എന്നാൽ അതിനെ എടുക്കാനുള്ള ധൈര്യവും അവൾക്ക് വരുന്നില്ല. പിന്നെ വബക്കൈത്തു ബുക്കാ അലാമിഇൻ, പിന്നെ വർദ്ധത്തുൽ ഹാനി പറയാണ് വബക്കൈത്തു അങ്ങനെ ഞാൻ കരഞ്ഞു, ബുക്കാ അലാമിഇൻ ഒരു ദാഹിക്കുന്നവൻ്റെ കരച്ചിൽ. ദാഹിക്കുന്ന ആളെങ്ങനെ? അയാൾ കണ്ടിരിക്കുന്ന അല്യംബു അൽ അദ്ബ പരിശുദ്ധമായ വെള്ളമൊഴുകുന്ന അരുവിയെ കണ്ട ദാഹിക്കുന്ന ഒരാളെപ്പോലെ ഞാൻ കരഞ്ഞു. ആ അരുവി എങ്ങനെയാണ്? മുഹാത്തംബിക വാസിരിൽ ഖാബി കാട്ടിലെ വെട്ടമൃഗങ്ങൾ, അക്രമകാരികളായ കാട്ടിലെ മൃഗങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗം നിൽക്കുന്നുണ്ട്. അപ്പോൾ കാട്ടിലെ അക്രമകാരികളായ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട പരിശുദ്ധമായ ഒരു അരുവി കണ്ട ദാഹിക്കുന്ന ആളെപ്പോലെ ഞാൻ കരഞ്ഞു. ഫർത്തമ അലൽ അർളി മുത്തറഖിബൻ ജാസിഅ അങ്ങനെ പ്രതീക്ഷകളോടെ വിഷമിച്ചുകൊണ്ട് ഞാൻ ഭൂമിയുടെ മേൽ അങ്ങനെ ആ ദാഹിക്കുന്ന ആൾ പ്രതീക്ഷയോടെ, വിഷമത്താൽ, ഭയത്താൽ അയാൾ ഭൂമിയിൽ അങ്ങനെ അടിച്ചു വീഴാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെപ്പോലെ ഞാൻ കരയുകയും ചെയ്തു എന്ന് വർദ്ധത്തുൽ ഹാനി പറയാണ്. വസക്കത്തി സയ്യിദത്തു വർദ്ധത്തുൻ ദഖീഖത്തിൻ പിന്നെ ഓദർ പറയാണ് വസക്കത്തി സയ്യിദത്തു ഈ വർദ്ധത്തുൽ ഹാനി മുണ്ടാതിരുന്നു ദഖീഖത്തിൻ കുറച്ച് സമയം, അവർ മൗനം പാലിച്ചു. വഖദ് അഗ്മളത് ഐനൈഹ അവളുടെ രണ്ട് കണ്ണുകളെയും അടച്ചു, അൽ കബീറത്തീനി ആ വലിയ രണ്ട് കണ്ണുകളെയും അടച്ചു പിടിച്ചു. കഅന്നദാലിക്കൽ മാളി ഏതുപോലെ കഅന്നദാലിക്കൽ മാളി ആ നിശ്ചയമായ അത്ഭുതകാലം ഖദിന്തസബ അമാമഹ അവളുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിന്നതുപോലെ. പിന്നെ അവളിങ്ങനെ കുറച്ചു നേരം മുണ്ടാതിരുന്നു, അവളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചു. ഫലം തജുസുർ അവൾക്ക് ധൈര്യം വന്നില്ല. അന്തഹ്ദിഖ ഇലയ്യ വജ്ഹൻ വജ്ഹിൻ ഓദർ പറയണ എന്നോടിങ്ങനെ വജ്ഹൻ വജ്ഹിൻ ഫേസ് ടു ഫേസ് ആയിട്ട് മുഖത്തോട് മുഖം നോക്കാൻ അവൾക്ക് ധൈര്യവും വന്നില്ല. സുമ്മ ആദത്ത് പിന്നെ അവളങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മടങ്ങി, അതായത് മുണ്ടാതിരുന്നു, പേടിച്ചുകൊണ്ട് കണ്ണിങ്ങനെ അടച്ചു പിടിച്ചു, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. സുമ്മാദത്ത് പിന്നെ ആ അവസ്ഥയിൽ നിന്നും അവൾ മടങ്ങി വന്നു. എന്നിട്ട് ഫക്കാലത്ത് സാധാരണ രൂപത്തിലായി. ഫക്കാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു ഹ ഉല ഇൽ ബഷർ ആ മനുഷ്യന്മാരുണ്ടല്ലോ അല്ലദീന യജീഊന മിനൽ അബദിയ അവർ ഒരു ശാശ്വതയിൽ നിന്നാണ് അവർ വരുന്നത്. വയഊദൂന ഇലൈഹ അവർ ശാശ്വതയിലേക്ക് തന്നെ അവർ മടങ്ങുകയും ചെയ്യുന്ന അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ മനുഷ്യന്മാർ. ഖബല അൻ യദൂഖു എങ്ങനെയാണ് അവർ മടങ്ങുന്നത്? ഖബല അൻ യദൂഖു തഅമൽ ഹയാത്തി ജീവിതത്തിൻ്റെ രുചിയെ അവർ രുചിക്കുന്നതിന് മുമ്പ് അവർ ശാശ്വതയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. തഅമൽ ഹയാത്തിൽ ഹഖീഖിയ്യ യഥാർത്ഥ ജീവിതത്തിൻ്റെ രുചിയെ അനുഭവിക്കുന്നതിന് മുമ്പ്, അതിനെ രുചിക്കുന്നതിന് മുമ്പ് അവർ ശാശ്വതമായ ലോകത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ആ ഒരു മനുഷ്യരുണ്ടല്ലോ. ലാ യുംകിനുഹും അവർക്ക് സാധിക്കുകയില്ല അൻ യുദ്രികൂ കുൻഹ ഔജാഇൽ മർഅ ഒരു പെണ്ണിൻ്റെ വേദനയുടെ കേന്ദ്രം, അതിൻ്റെ കാര്യം, അതെന്തുകൊണ്ടാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇൻദമാ തഖിഫു നഫ്സുഹാ ബൈന റജുലിൻ തുഹിബ്ബുഹു ബിഇറാദത്തി സമാഇ ഇൻദമാ തഖിഫു നഫ്സുഹാ
لا يمكنهم أن يدركوا كنه أوجاع المرأة عندما تقف نفسها بين رجل تحبه بإرادة السماء. അപ്പോൾ ദൈവികമായ ഒരു വിധിയുടെ കാരണമായിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷന് മുമ്പിൽ അവൾ അവളുടെ നഫ്സിനെ വെക്കുമ്പോൾ, അവളുടെ നഫ്സിനെ നിർത്തുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യൂല, അവൾക്കല്ല, അങ്ങനെ അവൾ അവളുടെ നഫ്സിനെ വെക്കുമ്പോൾ ആ പുരുഷന്മാർക്ക് അവരുടെ വേദനയുടെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ ആ വേദന എങ്ങനെയാണ് അവർക്ക് പ്രയാസപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ദൈവികമായൊരു വിധി കാരണമായിട്ടാണ് അവൾ ഈ റഷീദ് ബിൻ ഉമാൻ്റെ വീട്ടിൽ വന്ന് പെട്ടിട്ടുള്ളത്, അല്ലാതെ അവൾക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവികമായൊരു വിധി, അതായത് നിർബന്ധിതാവസ്ഥയിൽ ഒരു റജുലിന് മുമ്പിൽ, ഒരു പുരുഷന് മുമ്പിൽ ഇങ്ങനെ കീഴടങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വേദന ആർക്ക് മനസ്സിലാവില്ല? ആ ഒരു സ്വതന്ത്രനായി നടക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ, അവൾ എത്ര വേദന സഹിച്ചാൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇയാളോട് സ്നേഹം കാണിക്കും. കാരണം അവൾ കുടുങ്ങിപ്പോയതാണ്, അവൾക്ക് നിർബന്ധിതാവസ്ഥയാണ്, അവിടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ഈ നിർബന്ധിതാവസ്ഥയിൽ കഴിയുന്ന സ്ത്രീകളുടെ ആ ഒരു വേദനയൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് വർദത്തുൽ ഹാനി പറയുന്നത്. അതുപോലെ വറജുലിൻ തൽതസിഖു ബിഹി ബിശരീഅത്തിൽ അർളി, വറജുലിൻ ഒരു റജുലിനും സാധിക്കുകയില്ല, തൽതസിഖു ബിഹി അവൾ ആ റജുലിനോട് ചേരുന്ന ബിശരീഅത്തിൽ അർളി ഭൂമിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ച്. അപ്പോൾ ഭൂമിയിലെ മതങ്ങളുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ച് അവളൊരു പുരുഷനോട് ചേരുന്നു. അപ്പോൾ ആ പുരുഷനും ആ പെണ്ണിൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഹിയ മഅസാത്തുൻ അലീമത്തിൻ, ഇത് ഭയങ്കര വേദനാജനകമായ ഒരു വിപത്താണ്. മഅസാത്ത് എന്ന് പറഞ്ഞാൽ വിപത്താണ്, അലീമത്തിൻ വേദനാജനകമായ വിപത്താണ്. മക്തൂബത്തൻ ബൈദമാഇൽ ഉൻസ, അതൊരു പെണ്ണിൻ്റെ രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒരു വിപത്താണ്. വദുമൂഇഹ, അവളുടെ കണ്ണുനീര് കൊണ്ടും രേഖപ്പെടുത്തപ്പെട്ട ഒരു വിപത്താണ്. യഖ്റഉഹ റജുലു, അതിനെ പുരുഷൻ വായിക്കും. ളാഹിക്കൻ, ചിരിക്കുന്നവനായിട്ട്. അന്നഹു ലാ യഫ്ഹമുഹ, അവനക്ക് ആ പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു വിപത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ, അതൊരു പെണ്ണിൻ്റെ രക്തവും അവളുടെ കണ്ണുനീരൊക്കെ ഉപയോഗിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു വിപത്താണ്. അതിനെ പുരുഷൻ വായിക്കും, എന്നിട്ട് അവന് ചിരിച്ചുകൊണ്ട്, അവൻ സന്തോഷത്താൽ ചിരിക്കും. ആ പെണ്ണിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതായത് പുരുഷനിപ്പോൾ എന്താ, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ഇവള് സ്നേഹം കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവളുടെ മനസ്സിലുള്ള ആ വേദനയൊന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻ ഫഹിമഹ, ഇനി അവൻ അവളുടെ പ്രയാസങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇൻ ഫഹിമഹ എന്ന് പറഞ്ഞ് എന്ന് സൂചിപ്പിക്കുന്ന അവളെ എന്നാണ്. അവളെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇൻ ഖലബ ളഹ്കുഹു, അവൻ്റെ ആ ചിരിയൊക്കെ ആകും, അതൊക്കെ മാറിമറിയും. ഫുജൂറൻ വഖസാവതൻ, ഫുജൂറൻ എന്ന് പറഞ്ഞാൽ പ്രഹരങ്ങളും, വഖസാവതൻ അതുപോലെ ശക്തിപ്രയോഗങ്ങളൊക്കെ ആയി മാറും. അവളെ അടിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. ഫഅൻസല അലാ റഅസിൽ മർഅതി, അങ്ങനെ അവൻ ആ പെണ്ണിൻ്റെ തലയിൽ ഇറക്കും. മിൻ ഖളബിഹി, അവൻ്റെ ദേഷ്യങ്ങളിൽ നിന്ന്. നാറം വകിബ്രീത, തീയിനെയും അതുപോലെ ഗന്ധകങ്ങളെയൊക്കെ ആ പെണ്ണിൻ്റെ തലയിൽ ഇറക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഷ്യമൊക്കെ അവളുടെ മേലെ തീർക്കും എന്ന് പറയുന്നു. വമല ഉദനൈഹ, അതേപോലെ അവളുടെ ചെവികളെ നിറക്കും. ലഅനം വതജ്ദീഫ, ദൈവികമായ അധിക്ഷേപങ്ങളും ദൈവത്തെ അധിക്ഷേപിക്കൽ കൊണ്ടും ശപിക്കൽ കൊണ്ടൊക്കെ അവളുടെ ചെവികളെ ആ പുരുഷൻ നിറക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവളുടെ വിഷമങ്ങളെ ആ പുരുഷൻ മനസ്സിലാക്കിയാൽ അവനെങ്ങനെയാണ് അവളോട് പെരുമാറുക എന്നാണ് വർദത്തുൽ ഹാനി പറയാൻ. അപ്പോൾ ഒരു പെണ്ണിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, അവളുടെ പ്രയാസങ്ങൾ ഇന്നതാണ്, അതായത് ഈ പുരുഷൻ്റെ അടുക്കൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന്, അവൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ പുരുഷൻ്റെ അടുക്കൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറഞ്ഞാൽ പിന്നെ ആ പുരുഷൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് മാരകമായ പ്രഹരങ്ങളും ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ വർദത്തുൽ ഹാനിയോട് സൂചിപ്പിക്കുന്നത്. ഹിയ റിവായത്തുൻ മൂജിഅ, ഇത് ഒരു വേദനിപ്പിക്കുന്ന കഥയാണ്. തുമസ്സിലുഹൽ ലയാലി അസ്സൗദാ, അതിനെ പ്രതിനിധീകരിക്കുന്നത് ഇരുളടഞ്ഞ രാത്രികളാണ്. ബൈന ളുലൂഇ കുല്ലി ഇംറഅത്തിൻ, ഓരോ പെണ്ണിൻ്റെയും വാരിയെല്ലുകൾക്കിടയിലുള്ള ഇരുണ്ട രാത്രികളാണ് അതിനെ
പ്രതിനിധീകരിക്കുന്നത്. തജിദു ജസദഹ, അവളുടെ ശരീരത്തിനെ എത്തിക്കും. മുഖയ്യദൻ ബിമൗജഇ റജുലിൻ, എങ്ങനെ മുഖയ്യദൻ ബന്ധിക്കപ്പെട്ടതായിട്ട്, ബിമൗജഇ റജുലിൻ ഒരു പുരുഷൻ്റെ കിടപ്പറയിൽ ബന്ധിക്കപ്പെട്ടതായിട്ട് അവളുടെ ശരീരത്തിനെ എത്തിക്കും. അറഫത്ത് സൗജൻ, അറഫത്തുഹു അവൾ ആ റജുലിനെ മനസ്സിലാക്കിയിരിക്കുന്നു, സൗജൻ ഭർത്താവായിട്ട്. ഖബ്ല അൻ തഅരിഫ മഅന സീജ, ഒരു ഭർതൃത്വം അല്ലെങ്കിൽ ഒരു വൈവാഹിക ജീവിതം എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവൾ അയാളുടെ ഭാര്യയായിട്ട് അയാളുടെ കിടപ്പറയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാവുണ്ടോ? ഹി റിവായത്തുൻ മുജിഅത്തുൻ, ഇതൊരു വേദനിപ്പിക്കുന്ന കഥയാണ്. തുമസ്സിലുഹ, ആ കഥയെ പ്രതിനിധീകരിക്കുന്നത് അല്ലയാലി സൗദാഉ, ഇരുൾ മൂടിയ രാത്രികളാണ്. ബൈനദുലൂഇ കുല്ലി ഇംറഅത്തിൻ, ഓരോ പെണ്ണിൻ്റെയും നെഞ്ച് വാരിയല്ലുകൾക്കിടയിലുള്ള ഇരുളടഞ്ഞ രാത്രികളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. തജുദ് ജസദഹ, അവളുടെ ശരീരത്തിനെത്തിക്കും. മുഖയ്യദൻ ബിമൗജഇ റജുലിൻ, ഒരു പുരുഷൻ്റെ കിടപ്പറയിൽ ബന്ധിപ്പിക്കപ്പെട്ടതായിട്ട്. അറഫത്തുഹു, അവൾ ആ പുരുഷനെ മനസ്സിലാക്കി. സൗജൻ, ഒരു ഭർത്താവായിട്ട്. ഖബ്ല അൻ തഅരിഫ മഅന സീജ, എന്ന ഒരു വൈവാഹിക ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവൾക്ക് അയാൾ ഭർത്താവാണ് എന്നുള്ളത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബോധമൊക്കെ വെക്കുന്നതിന് മുമ്പ്, കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ വിവാഹം ചെയ്തു എന്നാണ്. അപ്പോൾ അവൾ എന്താണ് വൈവാഹിക ജീവിതം എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൾ അയാളുടെ കൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. തറാ റൂഹഹ മുറഫ്രഫത്തൻ ഹൗല ആഖർ, തറാ നീ കാണും, റൂഹഹ ആ പെണ്ണിൻ്റെ ആത്മാവിനെ, മുറഫ്രിഫത്തൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നതായിട്ട്, ഹൗല ആഖറിൻ വേറെ ഒരാളുടെ ചുറ്റും. അപ്പോൾ ഇയാൾ അങ്ങനത്തെ ഒരു പെണ്ണിനെ നീ കാണും. തറാ റൂഹഹ, അങ്ങനത്തെ ആ പെണ്ണിൻ്റെ ആത്മാവിനെ നീ കാണും. മുറഫ്രിഫത്തൻ അതിങ്ങനെ പാറിക്കളിക്കുന്നതായിട്ട്, ഹൗല ആഖറിൻ വേറെ ഒരാളുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പാറിക്കളിക്കുന്നതായിട്ട് കാണും. എങ്ങനെയുള്ള ആളാണ്? തുഹിബ്ബുഹു, അവൾ ആ ആളെ ഇഷ്ടപ്പെടുന്നു. ബികുല്ലി മാ ഫിർ റൂഹി മിനൽ മഹബ്ബത്തി, അവളുടെ ആത്മാവിലുള്ള മുഴുവൻ സ്നേഹവും കൊണ്ട് അവൾ അയാളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനത്തെ ഒരാളുടെ ചുറ്റും അതിങ്ങനെ പറന്നു കളിക്കുന്നതായിട്ട് അവളുടെ ആത്മാവിനെ നീ കാണും. വബികുല്ലി മാ ഫിൽ മഹബ്ബത്തി മിനത്ത് തുഹ്രി വൽ ജമാൽ, അതുപോലെ ഏറ്റവും പരിശുദ്ധവും സുന്ദരവുമായ മുഴുവൻ സ്നേഹം കൊണ്ടും അയാളുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ പറന്നു കളിക്കുന്നതായിട്ട് നീ അവളെ കാണും എന്നാണ് വർദത്തുൽ ഹാനി പറയുന്നത്. ഹുവനിസാഉൻ മുഖീഫുൻ, ഇത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു തർക്കമാണ്. ഖദ് ബദഅ മിൻ ളുഹൂരിൽ ളഅഫി ഫിൽ മർഅതി വൽ ഖുവ്വതി ഫിർ റജുൽ, ഈ ഒരു ചർച്ചയുടെ തുടക്കം, ഈ ഒരു തർക്കത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ളുഹൂരിൽ ളഅഫി ഫിൽ മർഅതി, ഒരു പെണ്ണിൽ ബലഹീനത വെളിവായത് മുതലും, വൽ ഖുവ്വതി ഫിർ റജുൽ പുരുഷനിൽ ശക്തി വെളിവായത് മുതലും, അന്ന് മുതൽ തുടങ്ങിയ ഒരു തർക്കമാണിത്. പുരുഷൻ ശക്തനാണ് എന്നും സ്ത്രീ ബലഹീനയാണ് എന്നും പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടായത് മുതലുള്ള തർക്കമാണ് ഇപ്പോൾ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് വർദത്തുൽ ഹാനി പറയുന്നത്. വലയന്തഹി, ഈ ഒരു തർക്കം അവസാനിക്കുകയില്ല. ഹത്താ തൻഖളിയ അയ്യാമു അബൂദിയ്യത്തിൽ ളുഅഫി ലിൽ ഖുവ്വ, ബലഹീനത ശക്തിക്ക് മുമ്പിൽ അടിമപ്പെടുന്നു എന്നുള്ള ആ ഒരു സങ്കല്പം മാറുന്നത് വരെ ഈ ഒരു അവസ്ഥയും മാറുകയില്ല. ഹിയ ഹർബുൻ ഹായിലത്തുൻ, ഇതൊരു ഭയങ്കരമായ യുദ്ധമാണ്. ബൈന ശറാഇ ഇന്നാസി അൽ ഫാസിദ, ജനങ്ങളുടെ തെറ്റായ ആചാരങ്ങൾക്കിടയിലും, വഅവാതു ഫിൽ ഖൽബിൽ മുഖദ്ദസ, പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ തോന്നലുകൾക്കിടയിലും, മോശമായ ജനങ്ങളുടെ ശരീഅത്തിൻ്റെ അവരുടെ നിയമങ്ങൾക്കിടയിലുമുള്ള ഒരു യുദ്ധമാണിത്. ഖദ് തുരിഹ്തു ബിൽ അംസി ഫീ സാഹതിഹ, ഇന്നലകളിൽ ഞാനും ആ ഒരു യുദ്ധക്കളത്തിലേക്ക് എറിയപ്പെട്ടിരുന്നു. വക്കിത്തു അമൂത്തു, ഞാനിങ്ങനെ മരിക്കാൻ അടുത്തിരിക്കുകയും ചെയ്തിരുന്നു. ജസഅൻ, ഭയത്താൽ. വഅദൂബ ദുമൂഅൻ, കണ്ണുനീരുകളാൽ ഞാൻ ഇങ്ങനെ അലിയിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതായത് കണ്ണുനീരിലാകെ കുളിച്ചിരുന്നു, അത് പേടിയാലും ഞാനാകെ പ്രയാസപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ലാക്കിന്നനി, എങ്കിലും, വഖഫ്തു, ഞാൻ നിന്നു. വനസഅതു അന്നി ജബാനത്തു ബനാത്തിൽ ജിൻസി, എൻ്റെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങളുടെ ആ ഒരു ഭീരുത്വമൊക്കെ എന്നിൽ നിന്ന് ഞാൻ ഊരിക്കളഞ്ഞു. വഹല്ലൽതു ബിജനാഹി മിൻ റബ്തിൽ ളുഅഫി, വഹല്ലൽതു, ഞാൻ മോചിതയായി. വഹല്ലൽതു ജനാഹി, എൻ്റെ ചിറകുകളെ ഞാൻ മോചിപ്പിച്ചു. മിൻ റബ്തിൽ ളുഅഫി, ബലഹീനതയുടെ ബന്ധനത്തിൽ നിന്ന്. വൽ ഇസ്തിസ്ലാമി,
ആ ബലഹീനയുടെ ബന്ധനത്തിൽ നിന്നും അവർ കീടങ്ങളിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ ചിറകുകളെ മോചിപ്പിച്ചു. വത്തൂർത്തു ഫി ഫളാഇൽ ഹുബ്ബി വൽഹുരിയതി, സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഞാൻ പറന്നു. അന സഈദത്തുൻ അൽ ആൻ, ഇപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടയാണ്, വളരെ വിജയിയാണ്. ബിഖുർബി റജുലി, ഒരു പുരുഷൻ്റെ സമീപ്യം കൊണ്ട്. അല്ലദി ഖറജ, ആ പുരുഷൻ പുറപ്പെട്ടു. വഖറജ്തു, ഞാനും പുറപ്പെട്ടു. ശഅലത്തൻ വാഹിദത്തൻ മിൻ യദില്ല, അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നും ഒരൊറ്റ പ്രകാശകിരണമായിട്ടാണ് ഞാനും ആ പുരുഷനും പുറപ്പെട്ടിട്ടുള്ളത്. ഖുബൈല ഇബ്തിദാഇ ദുഹൂരി, കാലം തുടങ്ങുന്നതിന് അല്പം മുമ്പ്, കാലങ്ങൾ തുടങ്ങുന്നതിന് അല്പം മുമ്പ് ആ പുരുഷനും ഞാനും ഒരൊറ്റ പ്രകാശകിരണമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. വലാ തൂജിദു ഖുവ്വതൻ ഫി ഹാദൽ ആലം, ഈ ലോകത്തൊരു ശക്തിയും എത്തിക്കപ്പെടുകയില്ല. തസ്തതിഉ അൻ തസ്ലുബനി സആദതി, എനിക്ക് എൻ്റെ ഈ ഒരു വിജയത്തെ എന്നിൽ നിന്ന് ഊരിയെടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയും ഈ ലോകത്ത് എത്തിക്കപ്പെടുകയില്ല. ലിഅന്നഹാ മുൻബസിഖത്തുൻ മിൻ ഇനാഖി റൂഹൈനി, നിശ്ചയമായും ആ ഒരു വിജയം എന്നുള്ളത് മുൻബസിഖത്തുൻ, അത് ഉതിർന്നു വരുന്നതാണ്. മിൻ ഇനാഖി റൂഹൈനി, രണ്ട് ആത്മാവുകൾ ചേരുന്നിടത്ത് നിന്നും പുറപ്പെട്ടു വരുന്നതാണ്. യളുമ്മുഹുമ അത്തഫാഹും, ആ രണ്ടാത്മാവുകളെയും യോജിപ്പിക്കുന്നത്, ചേർക്കുന്നത് അത്തഫാഹും, പരസ്പരം മനസ്സിലാക്കലും. വയുദില്ലുഹും, പരസ്പരം മനസ്സിലാക്കലാണ്, അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കലാണ് ആ രണ്ടാത്മാക്കളെയും ഇങ്ങനെ ഒന്നിപ്പിക്കുന്നത്. വയുദില്ലുഹുമ അൽ ഹബ്ബു, ആ രണ്ടാത്മാക്കൾക്കും തണൽ ഒരുക്കുന്നത് സ്നേഹവുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവൾ പറയുകയാണ് ഇങ്ങനത്തെ സംഭവം എന്നുള്ളത്, ഈ ഒരു ജീവിതം ഒരു പുരുഷന് മുമ്പിൽ നിർബന്ധിതാവസ്ഥയിൽ ആ പുരുഷനോട് താല്പര്യമില്ലാതെ ആ പുരുഷൻ കാണിക്കുന്ന ഒരു അഭിനയം യഥാർത്ഥ സ്നേഹമല്ല, ഒരു അഭിനയത്തിലൂടെ അവൾക്ക് നൽകുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെ ജീവിക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുകയില്ല. അത് വളരെ വേദനാജനകമായൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഒരുപാട് കാലം ജീവിച്ചു, പക്ഷേ എനിക്ക് അതിനെ ഒരുപാട് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ എന്ത് ചെയ്യാണ്, ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അതൊക്കെ കിട്ടുന്ന ഒരാളെ കണ്ടപ്പോൾ അയാളുടെ കൂടെ ഞാൻ പോയി. ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വിജയിയാണ്. കാരണം ഞങ്ങൾക്ക് ഇടയിലുണ്ടായിട്ടുള്ള ഈ ഒരു സ്നേഹം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടും, അതുപോലെ ഈ ഒരു സ്നേഹം തന്നെയാണ് ഞങ്ങൾക്ക് മുകളിൽ ഞാനിട്ട് തരുന്നതും ആ ഒരു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു യഥാർത്ഥ സ്നേഹം നൽകുന്ന ഒരാളുടെ അടുക്കിലേക്ക് ഞാൻ പോയിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിജയിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പെണ്ണിനുണ്ടായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അതായത് വർദ്ദത്തുൽ ഹാനി റഷീദ് ബിൻ നുഅ്മാൻ വിട്ടുപോകാനുണ്ടായ പ്രയാസം പറഞ്ഞു. റഷീദ് ബിൻ നുഅ്മാൻ വർദ്ദത്തുൽ ഹാനി പോയതിലുള്ള വിഷമങ്ങളൊക്കെ ഓരോരുത്തർ പങ്കുവെച്ചു. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാം. ഈ കഥകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലുള്ള ചില പദപ്രയോഗങ്ങളും വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കഥകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ കഥാപാത്രങ്ങൾ പറയുന്ന അവരുടെ കൊട്ടേഷൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾക്ക് സന്ദർഭം വിവരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർ പറയുന്ന വാക്കുകൾ, ഇതാരൊക്കെയാണ്, ആരാണ് ഈ കാര്യം പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് വായിക്കുമ്പോൾ തന്നെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.